ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് കൂടി നമുക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 2 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ്, എത്ര മാർക്കിനൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. +2 അക്കൗണ്ടൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 60 മാർക്കിനാണ് മാർക്കിനാണ് എക്സാം. 40 മാർക്ക് പ്രാക്ടിക്കലാണ് വരുന്നത്. ഏകദേശം എല്ലാ സ്കൂൾസിലും പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം ഏകദേശം എല്ലാവർക്കും പാസ്സാവും. അതിനെപ്പറ്റി ബോധറേണ്ട ആവശ്യമില്ല. അതിൽ പാസ്സാവും, 40 തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ AFSAരുടെ ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. AFSAരുടെ ക്ലാസ് ഒരുപാട് പേർക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഓരോ ചാപ്റ്റർ വൈസ് ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. തന്നെ ഇനി കുറച്ച് ദിവസം മാത്രമാണ്, ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത്ര മാത്രമാണുള്ളത് എക്സാമിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. ഇനി പഠിക്കാം, ഇനി തലേ ദിവസം പഠിക്കാം, അല്ലെങ്കിൽ ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കാനായിട്ടുള്ള സമയം നമുക്ക് ഇനിയില്ല. മാക്സിമം പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യം വരുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതാൻ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, 2022 കേട്ടോ. എന്തായിരുന്നു, പാർട്ട്നേഴ്സ് സാലറി ഈസ് ക്രെഡിറ്റഡ് ടു. പാർട്ട്നേഴ്സിൻ്റെ സാലറി എങ്ങോട്ടാണ് ക്രെഡിറ്റഡ് ആവുന്നത് നമുക്കറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ടാണ് നമുക്ക് പാർട്ട്നേഴ്സ് സാലറി ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. വെൻ എ ന്യൂ ഗുഡ്വിൽ ബ്രിങ്സ് ഈ ഷെയർ ഓഫ് വെൻ എ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഈ ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ് ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ഓക്കെ, നമ്മുടെ ഒരു ഓർഗനൈസേഷനിലേക്ക് ന്യൂ പാർട്ട്ണർ വരുവാണ്. അപ്പം അത് എന്തുകൊണ്ട് ഒരു ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ അത് എങ്ങോട്ടാണ് ഡെബിറ്റഡ് ആവുന്നത്, ക്യാഷ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റഡ് ആവുന്നത്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, ഓൺ ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ഡിഗ്രീസ് ഇൻ ദ വാല്യൂസ് ഓഫ് അസറ്റീസ് ക്രെഡിറ്റഡ് ടു. ഒരാൾ അഡ്മിറ്റ് ആകുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പുതിയൊരാളും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ റീവാല്യൂ ചെയ്യുമല്ലോ. അപ്പോൾ ആ റീവാല്യൂ ചെയ്യുമ്പോഴത്തേക്കും അസറ്റിന് എന്തെങ്കിലും വാല്യൂ കുറവുണ്ടെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും ക്രെഡിറ്റഡ് ആവുന്നത് നമുക്കറിയാം. റീവാല്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത്, റീവാല്യൂഷൻ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, റിട്ടയറിംഗ് പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസ് ഡെബിറ്റഡ് ടു ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഓൺ ദർ. ഓക്കെ, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ പാർട്ട്ണറിന് കിട്ടുന്ന പ്രോഫിറ്റ് ഇനി ആർക്കും കൂടിയിട്ട് കിട്ടണം, അവിടെ ഓൾറെഡി ഉള്ള. ഓക്കെ, ഇപ്പം നമ്മൾ ABC എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ A റിട്ടയർ ആയി പോവുകയാണ്. അപ്പം Aയുടെ ഈ ഒരു പ്രോഫിറ്റും കൂടി ആർക്കും കൂടിയിട്ട് കിട്ടും, Bക്കും Cക്കും കൂടി കിട്ടും അല്ലേ ഇനി മുതൽ. അപ്പം ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്, ഗെയിനിങ് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് വരുന്നതാണ്, Ajmiya, Badusha, Anna are partners in the firm, sharing profit and losses in the ratio 2:1. Anna retires from the firm and new profit sharing ratio after the retirement is 2:1 gaining ratio. Okay, അപ്പം അന്നയും ബാദുഷയും അജ്മിയയും എല്ലാം എന്താണ്, പാർട്ട്നേഴ്സാണ്. അവർ ഈ റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്ന് അന്ന റിട്ടയർ ആയി പോവാണ്. ഓക്കെ, അപ്പം അന്ന പോയി കഴിഞ്ഞിട്ടുള്ള റേഷ്യോ 2:1 ആണ്. എനിക്ക് ഗെയിനിങ് റേഷ്യോ എത്രയാണ്, 2:1 ആണ്. കാരണം എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ഗെയിനിങ് റേഷ്യോൻ്റെയൊക്കെ നോക്കാം. പ്രോബ്ലംസിൻ്റെ കൂടുതൽ ചെയ്തു പോയാൽ വീഡിയോ ലെങ്ത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലംസ് സെപ്പറേറ്റ് പറഞ്ഞു പോകാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ആർ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, എന്താണ് ഫസ്റ്റ്, a written agreement is compulsory for the formulation of a valid partnership. ഓക്കെ, ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു റിട്ടൺ അഗ്രിമെൻറ്റിൻ്റെ ആവശ്യകത ഉണ്ട് എന്നാണ് പറയുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ, അത് ഫോൾസ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഓർ റിട്ടേൺ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് മാത്രം. ദെൻ interest on loan is to be at 6% if the partnership deed is silent. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര പെർസെൻറ്റേജിനാണ് കൊടുക്കുന്നത്, 6% ആണ് കൊടുക്കുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ട്രൂ ആണല്ലേ, നമുക്ക് 6% തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, അഖിൽ, അജയ്, സുജ ആ പാർട്ട്നേഴ്സ് ഇൻ ദ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2:1 റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന 3 പാർട്ട്നേഴ്സാണ് അഖിലും അജയും സുജയും. ഓക്കെ, അതിൽ നിന്ന് ആര് റിട്ടയർ ആവുകയാണ്, അജയ് റിട്ടയർ ആവുകയാണ്. അപ്പോഴത്തേക്ക് ആ ഫേമിൻ്റെ ഗുഡ്വിൽ എത്രയാണ്, 60,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ അഖിൽ ആൻഡ് സുജ ഡിസൈഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ. ഫ്യൂച്ചർ പ്രോഫിറ്റ് 3:1 ഷെയർ ചെയ്യാനായിട്ട് അഖിലും സുജയും കൂടി നിശ്ചയിച്ചു. ഓക്കെ,
അപ്പോഴത്തേക്കും പാസ് ജേണൽ എൻട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അഖിലിൻ്റെ ഷെയറിനെ നമ്മൾ ഈ അഖിലിൻ്റെ ഷെയറിൻ്റെ ഗുഡ് വില്ല് ആർക്കും കൂടിയിട്ട് കിട്ടും? ഈ 60,000 ആണല്ലോ അഖിലിൻ്റേത്. അഖിലിൻ്റെ കൂട്ടാതെയാണ് 60,000, അഖിലിനോട് കൂട്ടിയാണ് 60. ഈ 3 പേരുടേതും കൂടിയാണ് എന്തെന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ഗുഡ് വില്ല് 60,000. ഓക്കെ, അഖിലിൻ്റെതും അജയുടേതും സുജയുടെയും കൂടെ കൂട്ടിയാണ് 60,000 ഫേമിന്. ഓക്കെ, അപ്പം അഖിൽ പോകുമ്പോഴത്തേക്കും അഖിലിൻ്റെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അഖിലിൻ്റെ എത്രയാണ്? അജയ് ആണ് പോകണം അല്ലേ. അപ്പം അജയുടെ എത്രയാണ്? അജയ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 ആണല്ലേ, 2 ആണ് റേഷ്യോ വരുന്നത്. അപ്പം നമ്മൾ 2 ഇൻറ്റു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 60,000 ഇൻറ്റു 2/6 കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 20,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 20,000 വേണം ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം? ഇനി പോയി കഴിയുമ്പോഴത്തേക്കും ആര് ഷെയർ ചെയ്തെടുക്കാൻ? സുജയും അഖിലും കൂടി ഷെയർ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണ്? 15,000, സുജാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഈ 20,000 നമുക്ക് എങ്ങനെ ചെയ്യാം? 20,000 ഇൻറ്റു 3/4 ചെയ്യുമ്പോഴത്തേക്കും ആരുടേത് കിട്ടും? അഖിലിൻ്റെ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 20,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോഴത്തേക്കും സുജയുടേതും കിട്ടും. അത് നമ്മൾ ആരുടെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്? 20,000 ആരെയും ക്രെഡിറ്റ് ചെയ്യുകയാണ്? അജയിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ജേണൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് ജേണലിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എ ബിസിനസ് ഹാസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് 1 lakh ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 years. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഓക്കെ, നമുക്ക് ഗുഡ് വിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ മെത്തേഡും എന്തായിട്ടും പഠിക്കണം. അത് രണ്ടിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലാണ്ട് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും വെയിറ്റ് ആവറേജിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് പ്രോഡക്റ്റ് മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ അറിയുക ചോദിച്ചാൽ ഇങ്ങനെ ഇയറൊക്കെ തന്നിട്ട് നമുക്കിങ്ങനെ ബോക്സൊക്കെ വരച്ച് തരുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് മെത്തേഡിലാണെന്ന് പറയാം. ഓക്കെ, നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യണ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, അത് കാണാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഒരു പാസ് ജേണൽ എൻട്രിയാണ് വരുന്നിരിക്കുന്നത്. നിമ്മി, അമ്മു ആൻഡ് രേഖ are equal partners. Rekha decided to resign on the date of retirement. She balance sheet of the firm showed general reserve 30,000, then profit and loss account 15,000. Okay, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിമ്മി, അമ്മു, രേഖ എന്ന് പറയുന്നത് ആരുടെ പാർട്ട്നേഴ്സാണ്? ഓക്കെ, പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇവർ റിട്ടയർ ആവുന്ന ടൈമിൽ അല്ലെ രേഖയാണ് റിട്ടയർ ആവുന്നത്. അപ്പോൾ രേഖ റിട്ടയർ ആവുന്ന ടൈമിൽ എന്താണ് ജനറൽ റിസർവ് 30,000 കാണിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15,000 കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം? നിമ്മിക്ക് ആർക്ക് ഷെയർ കൊടുക്കണം? രേഖയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പം അതിനെ ജനറലാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ജനറൽ നോക്കാം, അപ്പോൾ കുറച്ചുകൂടിയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇത്രയും നേരം നോക്കിയത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിരുന്നു. ഓക്കെ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിരുന്നു. ഓക്കെ, 6, 7 ആൻസർ ദ ബോത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓർ ക്വസ്റ്റ്യൻ വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. +1 നമുക്ക് നല്ലോണം ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ വരത്തില്ല. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും അടുത്ത് വീണ്ടും പറയുന്നുണ്ട് 11, 12 നിർബന്ധമായിട്ട് എഴുതണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. അമൽ, പ്രകാശ്, പ്രശാന്ത് ആർ ഇൻ ദ പാർട്ണർഷിപ്പ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2:1. പ്രസാദ് ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഹാസ് ബീൻ ഗ്യാരണ്ടീഡ് ബൈ ദ അമൽ ടു ബി മിനിമം സം ഓഫ് 10,000. പ്രോഫിറ്റ് ഓഫ് ദ ഇയർ ഈസ് ഡിവൈഡ് ദ പ്രോഫിറ്റ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ അമലും പ്രകാശും പ്രസാദ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പോൾ പ്രസാദ് ഷെയർ ഓക്കെ, പ്രസാദിൻ്റെ ഷെയർ എത്രയാണ്? 10,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കമ്പൽസറി ആണ്. എപ്പോഴും ഇങ്ങനെ നമ്മൾ നോർമൽ ഡയറക്റ്റ് അല്ലാണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കാം കേട്ടോ. പ്രോബ്ലംസ് ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് തുറത്ത് ബോധറേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യനാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വാരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റ് ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഏതൊക്കെയാണ്? ലൊക്കേഷൻ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിന് എന്താണ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പഠിച്ചു വെക്കുക. ഒരു 4 പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് 13, 14 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? പാസ്റ്റ് നെസസറി സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി എഴുതാനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
സാക്രിഫൈസും JST കണ്ടുപിടിക്കണം, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ഇത് 3 പഠിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ലോൺ അക്കൗണ്ട് ഒന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതുകൊണ്ട് ലോൺ അക്കൗണ്ട് ഉറപ്പായിട്ട് പഠിക്കണം. 5 മാർക്കിന് വളരെ ഈസിയാണ്, ചുമ്മാ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേഗം പോയിട്ട് നോക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് 8 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ 8 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ്? റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത്രയും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ്. അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ നിന്ന് 3 മാർക്ക് 3 ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ എഴുതണം. പിന്നെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? പിന്നെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് വരുന്നത്. ഓക്കെ, 5 മാർക്ക് അതിന് മുമ്പ് 2 മാർക്ക് കഴിഞ്ഞ ശേഷം 3 മാർക്കിൻ്റെ എത്ര ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്? 2 ക്വസ്റ്റ്യനും പിന്നെ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് വരുന്നത്? 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമുക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പോകുന്നില്ല, ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇത്ര എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു, വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിൻ്റെ +1 വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.